എയർ ദിവസത്തിന്റെ കംബാക്കാണ്. ഒയ്യോ അടിപൊളി. മറ്റേ എയർ ദിവസം വില്ലൻസ് അടിപൊളിയല്ലേ? കഴിഞ്ഞ കത്തി. ഓണത്തിന് അങ്ങനെ ഒരു പടമില്ലല്ലോ. ആക്ഷൻ എന്റർടൈനറും പിന്നെ അതിനകത്ത് റൊമാൻസും ഒക്കെ തന്നെ ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്ന ഒരു പടം. പിന്നെ ശിവകാർത്തികേയനും വിദ്യുത് ജമാലും അവരുടെ ഒരു ഫൈറ്റ് സീനൊക്കെ വരുമ്പോഴേക്കും വേറെ ലെവല് തന്നെ പടം. തീപ്പൊരി ആയിട്ടുണ്ട്. പിന്നെ AR മുരുകദാസ് സാറിന്റെ ഒരു കിടിലൻ കംബാക്ക് തന്നെ. ആക്ഷനാണ് കൂടുതൽ പ്രാമുഖ്യം, അതിൻ്റെ ഇടയിൽ ഇമോഷൻസും ലവും ഒക്കെ തന്നെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ആക്ഷൻ പടങ്ങളും ഇമോഷൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു എന്റർടൈനർ, കളർഫുൾ എന്റർടൈനർ ആയിട്ട് തിരുവോണദിനത്തിൽ ഓണം നോക്കി ഇഷ്ടപ്പെട്ടോ? എന്താ പറയാനുള്ളേ? ഹൈ വോൾട്ടേജ് ഹൈ ഒക്ടൈൻ ഫിലിമാണ്. ഹൈ പടം കൊള്ളാം, സൂപ്പറാ. ഫസ്റ്റ് ഹാഫിനെക്കാളും കൊള്ളാം സെക്കൻഡ് ഹാഫ്. ശിവാർത്തി നെലിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ള വില്ലൻ ക്യാരക്ടർ പുളി, ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ഫസ്റ്റ് ആയിട്ടും കണ്ടിരിക്കാം. സൂപ്പറോടോ. നല്ലൊരു എന്റർടൈനറാണ്. മെസ്സേജ് ഉണ്ട്. ആക്ടിങ് എല്ലാവരും നല്ലതാണ്. കുറച്ച് ലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. നല്ലൊരു മൂവിയാണ്. എന്റർടൈനറും ആണ്, നല്ല മെസ്സേജും ഉണ്ട്. നല്ല പടം, ഒരു ആക്ഷൻ എന്റർടൈനർ. മെസ്സേജും ഉണ്ട്, നല്ലൊരു മെസ്സേജും ഉണ്ട്. ഓരോ ഇന്റർവെൽ പഞ്ചായിരുന്നാലും ക്ലൈമാക്സിലായിരുന്നാലും എല്ലാവരും പ്രേക്ഷകനെ രസിപ്പിക്കുന്ന, ഇൻട്രസ്റ്റ് ആക്കുന്ന ഒരു പടം തന്നെയാണ് മദ്രാസി. എങ്ങനെയുണ്ട് ബ്രോ? മൂവി എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എയർ ദിവസത്തിന്റെ കംബാക്കാണ്. ഒയ്യോ അടിപൊളി. മറ്റേ എയർ ദിവസം വില്ലൻസ് അടിപൊളിയല്ലേ? കഴിഞ്ഞ കത്തിയിലാണെങ്കിലും തുപ്പാക്കിയാണെങ്കിലും ഇത് അയ്യോ ഈ വില്ലൻ ഭയങ്കര. മറ്റേ ഹീറോയ്ക്കാട്ട് ഏറ്റവും കൂടുതൽ കൈയിട്ടത് വില്ലനാണ്. അയ്യോ വില്ലൻ്റെ എനിക്ക് ഒന്നുകൂടെ കാണുന്നുണ്ട് പടം. അടിപൊളി. വിദ്യുത്ത് സീനാക്കി. നല്ല പടമായിരുന്നു. അടിപൊളി. ഇഷ്ടപ്പെട്ടു. അടിപൊളി വില്ലനാണ്. പടം എൻ്റെ പൊന്നെ. നല്ല പടം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇന്റർവെൽ പഞ്ചൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. വില്ലനൊക്കെ പൊളിയാണ്. വില്ലന്റെ എൻട്രി സെക്കൻഡ് ഹാഫ് എൻട്രി കിഡ്ലോൺ. ഫൈറ്റൊക്കെ ഒന്നും പറയാനില്ല, നല്ല കിഡ്ലോൺ. തൂക്കും മിക്കവാറും. ഒരു കംബാക്ക് ആയിരിക്കും ഇത്. എന്റർടൈനറാണ്. മെസ്സേജ് ഉണ്ട്. എല്ലാവരും ആക്ടിങ് നല്ലതാണ്. ആക്ഷൻ റൊമാൻസിലുണ്ട്. ലാഗ് അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി കുറച്ച് ലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഇല്ലെങ്കിൽ നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കാം. ശിവകാർത്തിയൻ, ബിജു മേനോൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ നല്ലതാണ്. എല്ലാം കൊണ്ട് നല്ല എന്റർടൈൻമെന്റ് മെസ്സേജ് എല്ലാം ഉണ്ട്.